ഏട്ടാ, എനിക്ക് ഈ മാസം പീരീഡ്സ് ആയില്ല. സുബിൻ രാവിലെ ജോലിക്ക് പോകാൻ റെഡി ആകുമ്പോഴാണ് രേഷ്മ അങ്ങോട്ട് വന്ന് പതുക്കെ അവനോട് അത് പറഞ്ഞത്. സുബിൻ അപ്പോൾ ഷർട്ടിന് ബട്ടൺ ഇട്ടുകൊണ്ട് രേഷ്മയെ ഒന്ന് നോക്കി. എന്നിട്ട് എന്തോ ഒന്ന് ആലോചിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു, അല്ല, അതിന് പീരീഡ്സ് ആവാനുള്ള ഡേറ്റ് ഒക്കെ ആയോ നിനക്ക്? ഈ അടുത്തൊന്ന് കഴിഞ്ഞതല്ലേ ഉള്ളൂ. ഓ, ഡേറ്റ് ആയേട്ടാ. അതുമാത്രമല്ല, ഡേറ്റ് തെറ്റിയിട്ട് ഇന്നേക്ക് 14 ദിവസം കഴിഞ്ഞു. ഏട്ടാ, എനിക്കെന്തോ ഒരു സംശയം തോന്നുന്നു, പ്രഗ്നൻസി വല്ലതും. അപ്പോൾ സുബിൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു, ഏയ്, അതിനൊന്നും ചാൻസ് ഇല്ല, അതൊന്നും ആവില്ല. നീ വെറുതെ വേണ്ടാതെ ഓരോന്ന് വിചാരിക്കേണ്ട. അത് വേറെ വല്ല കാരണം കൊണ്ട് താമസിച്ചതായിരിക്കും. കുറച്ച് ദിവസം മുൻപ് തന്നെ നിനക്ക് സുഖമില്ലാതെ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞില്ലേ, കുഞ്ഞിന് പാല് കൊടുക്കുന്നത് കൊണ്ട് ശരീരം ക്ഷീണിക്കുകയാണെന്ന്. അതാ ഞാൻ നിന്നോട് എപ്പോഴും പറയുന്നത്, നന്നായിട്ട് ഭക്ഷണം കഴിക്കണമെന്ന്. അങ്ങനെ ശരീരം ക്ഷീണിക്കുന്നത് കൊണ്ടോ മറ്റെന്തെങ്കിലുമോ രക്തക്കുറവ് കൊണ്ടോ ഒക്കെ ആയിരിക്കും ലേറ്റ് ആവുന്നത്. അല്ലാതെ പ്രഗ്നൻ്റ് ആവാൻ നമ്മൾ തമ്മിൽ സേഫ്റ്റി ഇല്ലാതെ കോണ്ടാക്റ്റ് ഒന്നും ഉണ്ടായിട്ടില്ലല്ലോ. പിന്നെ ആകെ ഒരു പ്രാവശ്യം ബന്ധപ്പെട്ടു പോയതാണെങ്കിൽ നീ IPL കഴിച്ചിട്ടുമുണ്ട്. പിന്നെന്താ പേടിക്കാൻ? സുബിൻ ചോദിച്ചു. എന്നാലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമായിരുന്നു. എനിക്ക് ഇന്ന് രാവിലെയൊക്കെ എഴുന്നേറ്റപ്പോൾ മോളെ വയറ്റിലുണ്ടായിരുന്ന സമയത്ത് തോന്നിയതുപോലെ ഛർദ്ദിക്കാനും മറ്റും തോന്നി. കൂടാതെ ചില ഭക്ഷണമൊക്കെ കാണുമ്പോൾ ഓക്കാനവും വരുന്നുണ്ട്. ഇനി അങ്ങനെ വല്ലതുമാണെങ്കിൽ എന്ത് ചെയ്യുമേട്ടാ? അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടോ? സുബിൻ രേഷ്മയെ ഒന്ന് സംശയത്തോടെ നോക്കി. അറിയില്ലേട്ടാ, എൻ്റെ ഒരു തോന്നലാണ്. എന്തായാലും അതൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ. ഏട്ടൻ വൈകിട്ട് വരുമ്പോൾ ഒരു കിറ്റ് വാങ്ങിക്കൊണ്ട് വരുമോ? എനിക്കെന്തോ പേടിയാവുന്നു. നീ ടെൻഷൻ ആവാതിരിക്കി, ഇതൊന്നും ആയിരിക്കില്ല. ഞാൻ എന്തായാലും വൈകുന്നേരം ജോലി കഴിഞ്ഞ് വരുമ്പോൾ പ്രഗ്നൻസി കിറ്റുമായി വരാം. നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നിനക്ക് സമാധാനമാവുമല്ലോ. അപ്പോൾ രേഷ്മ സുബിനോട് പറഞ്ഞു, പ്രഗ്നൻസി അല്ലെങ്കിൽ സമാധാനമാകും. ഇനി ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതാണെങ്കിൽ എന്തു ചെയ്യും? കുഞ്ഞിനാകെ കഷ്ടിച്ച് 10 മാസമല്ലേ ആയുള്ളൂ. ആളുകൾ എന്ത് കരുതും? അല്ലെങ്കിൽ തന്നെ കല്യാണം കഴിഞ്ഞ ആദ്യ മാസം തന്നെ ഗർഭിണിയായെന്നും പറഞ്ഞ് ചില കളിയാക്കലുകളൊക്കെ ഞാൻ കേട്ടതാ. ഇനിയിപ്പോൾ കുട്ടിക്ക് 10 മാസം ആവുമ്പോഴേക്കും അടുത്തതുകൂടി ആയി എന്ന് പറഞ്ഞാൽ മോശമല്ലേ? നീ ഇങ്ങനെയൊന്നും കടന്ന് ചിന്തിക്കേണ്ട രേഷ്മ. ഞാൻ എന്തായാലും വൈകിട്ട് വരുമ്പോൾ കിറ്റ് വാങ്ങി വരാം. എന്നിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇനി ആണെങ്കിലും അല്ലെങ്കിലും അപ്പോഴല്ലേ ബാക്കി. സുബിൻ അവളെ സമാധാനിപ്പിച്ചു. ടെൻഷൻ ആവണ്ട, ഞാൻ പോയി വരാമെന്ന് പറഞ്ഞ് അവൻ ചിരിച്ചുകൊണ്ട് ഹാളിലേക്ക് നടന്നു. അപ്പോൾ അവൻ്റെ അമ്മ അവിടെ കുഞ്ഞിനെ മടിയിൽ വെച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ അപ്പോൾ അമ്മയുടെ മടിയിൽ നിന്ന് കുഞ്ഞിനെ എടുത്ത് ഒരു 2 മിനിറ്റ് നേരം കളിപ്പിച്ച് അവൾക്കൊരു ഉമ്മയും കൊടുത്ത ശേഷമാണ് പുറത്തേക്ക് ഇറങ്ങിയത്. രേഷ്മയുടെ നെഞ്ചപ്പോഴും പടപടാ എന്ന് ഇടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്നാമത് മോളെ പ്രസവിച്ചത് തന്നെ മാസം തികയാതെയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വെയിറ്റ് കുറവും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും കുഞ്ഞിനുണ്ടായിരുന്നു. അവളുടെ ആരോഗ്യം തന്നെ ഒന്ന് റെഡിയായി വരുന്നേ ഉള്ളൂ. അതിനിടയ്ക്ക് വീണ്ടും പോസിറ്റീവായാൽ എന്തു ചെയ്യും ദൈവമേ? അവൾ പലതും ഓർത്തുകൊണ്ട് അങ്ങനെ നിന്നു. അന്ന് വീട്ടിൽ ഓരോ ജോലി എടുത്തുകൊണ്ടിരിക്കുമ്പോഴും കുഞ്ഞിനെ കളിപ്പിക്കുമ്പോഴുമൊക്കെ അവൾക്കുള്ളിൽ ടെൻഷൻ തന്നെയായിരുന്നു. എങ്ങനെയൊക്കെയോ ഒരുവിധം അവൾ വൈകുന്നേരമാക്കി. സന്ധ്യാസമയം കഴിഞ്ഞ് വിളക്ക് വെച്ച ശേഷമാണ് സുബിൻ ജോലി കഴിഞ്ഞു വരിക. അന്നവൻ ജോലി കഴിഞ്ഞു വരുമ്പോൾ രാവിലെ പറഞ്ഞതുപോലെ പ്രഗ്നൻസി കിറ്റുമായാണ് കയറി വന്നത്. അവൻ ചെരുപ്പ് അയച്ചു വെച്ച് അകത്തേക്ക് കയറി. പക്ഷേ അപ്പോൾ ഡൈനിങ് ഹാളിൽ അമ്മയുള്ളത് കൊണ്ട് തന്നെ അവന് കിറ്റ് അവൾക്ക് പെട്ടെന്ന് കൊടുക്കാൻ കഴിഞ്ഞില്ല. അവൻ വരുമ്പോൾ കുടിക്കാനായി ഹാളിൽ ചായ എടുത്തു വെച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ചായ കുടിച്ചു കഴിഞ്ഞ ശേഷമാണ് അവൻ റൂമിലേക്ക് കയറിയത്. രേഷ്മയും അപ്പോൾ അവൻ്റെ കൂടെ കയറി. മോൾ അപ്പോൾ അവിടെ കട്ടിലിൽ കിടന്നുറങ്ങുകയായിരുന്നു. ഏട്ടൻ വാങ്ങിച്ചിരുന്നോ? രേഷ്മ സുബിനോട് ധൃതിയിൽ ചോദിച്ചു. ഓ, വാങ്ങിയിരുന്നു. നീ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എനിക്കുമാകെ എന്തോ ഒരു ടെൻഷൻ പോലെ. എന്തായാലും നീ പോയി യൂറിൻ എടുത്തു വാ, നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് സുബിൻ പറഞ്ഞപ്പോൾ രേഷ്മ വേഗം ബാത്റൂമിൽ കയറി പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാനുള്ള യൂറിനും എടുത്ത് തിരികെ വന്നു. അവർ രണ്ടുപേരും കൂടെ വേഗം കിറ്റ് പൊട്ടിച്ച് നോക്കാനുള്ള തിടുക്കത്തിലായി. സുബിൻ അവൻ്റെ കൈകൊണ്ട് യൂറിൻ തുള്ളി പതിയെ കിറ്റിലേക്ക് തുളിച്ചു. അപ്പോഴൊക്കെയും 2 വര തെളിയരുത് എന്ന പ്രാർത്ഥനയിലായിരുന്നു അവർ. രണ്ടുപേരും വിളിക്കാത്ത ദൈവങ്ങളില്ല. രണ്ടാളുടെ മനസ്സും ഒരുപോലെ പ്രാർത്ഥിക്കുന്നത് 2 വര തെളിഞ്ഞു കാണാതിരിക്കാനായിരുന്നു. ആ ഒരു പ്രാർത്ഥന മാത്രമേ അപ്പോൾ അവർക്കുണ്ടായിരുന്നുള്ളൂ.
യൂറിൻ അതിനുള്ളിൽ കൂടെ പാസ് ചെയ്തു പോയപ്പോൾ ആദ്യം ഒരു വര ക്ലിയറായി വന്നു. ആ ഒരു വര മാത്രമേ ഉണ്ടാകൂ എന്ന് കരുതി അവർ രണ്ടുപേരും ആശ്വാസത്തോടെ ഒരു ശ്വാസം എടുക്കാൻ പോയപ്പോഴേക്കും അധികം തെളിഞ്ഞു വരാത്ത രീതിയിൽ തൊട്ടടുത്ത കുഞ്ഞു വരയും അവർ കണ്ടു. പ്രതീക്ഷിക്കാതെയുള്ള പ്രഗ്നൻസി ആയതുകൊണ്ട് തന്നെ രേഷ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒഴുകി. അവൾ സുബിന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്തു ചെയ്യുമേട്ടാ? സുബിൻ അപ്പോൾ മറുപടിയൊന്നും ഉണ്ടായിരുന്നില്ല. അവൻ കുറച്ചുനേരം ഒന്നും മിണ്ടാതെ നിന്ന ശേഷം രേഷ്മയോട് പറഞ്ഞു, എടാ, ഞാനിത് പ്രതീക്ഷിച്ചില്ലായിരുന്നു. എന്താ ചെയ്യുക, ആകെ ലോക്കായല്ലോ. അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ അങ്ങനെ നിന്നു. രേഷ്മ അപ്പോൾ അവിടെ കട്ടിലിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. സാധാരണഗതിയിൽ പ്രഗ്നൻസി കിറ്റിൽ 2 വര കാണുമ്പോൾ എല്ലാവരും അതീവ സന്തോഷത്തിലായിരിക്കുകയാണ് ചെയ്യാറ്. എന്നാൽ ഒട്ടും പ്രതീക്ഷിക്കാതെ, അതും മൂത്ത കുട്ടി വളരെ ചെറുതായിരിക്കുമ്പോൾ, കുഞ്ഞുങ്ങൾ ഒട്ടും ഒരുക്കമല്ലാത്ത ഒരു സമയത്ത് പുതിയൊരാൾ കൂടി വരുന്നു എന്നറിയുമ്പോൾ പെട്ടെന്ന് അംഗീകരിക്കാൻ ആർക്കും കഴിയില്ല. അതും ഒരു ജീവനാണെന്നും വരാൻ പോകുന്ന കുഞ്ഞ് നമ്മളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നും നമ്മളപ്പോൾ ഓർക്കുകയുമില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് 2 പേർക്കും എന്തോ ഒരു അപകടം സംഭവിച്ച രീതിയിലുള്ള ടെൻഷനും വെപ്രാളവുമായിരുന്നു. മോൾക്ക് തന്നെ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയുണ്ട്. അതിനിടയിൽ കൂടെ ഇനി ഇതുകൂടെ എന്ത് ചെയ്യും? സുബിൻ രേഷ്മയോട് ചോദിച്ചു. എനിക്കറിയില്ല എന്ന് പറഞ്ഞ് അവളുടെ കരച്ചിലിനാക്കം കൂടിയതല്ലാതെ കുറഞ്ഞില്ല. കുറച്ചു നേരത്തിന് ശേഷം അവൻ പറഞ്ഞു, നീ ഇനി ഇങ്ങനെ ഇരുന്ന് കരയല്ലേ. എന്തായാലും നമ്മൾ 2 പേരും ഇത് ആഗ്രഹിച്ചതല്ല. ഇങ്ങനെ ഒരു സമയത്ത് നമുക്കിത് അംഗീകരിക്കാൻ കഴിയുകയുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കാം. ഞാൻ രഞ്ജിത്തിനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ. സുബിൻ്റെ കൂടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന അവൻ്റെ ഫ്രണ്ടാണ് രഞ്ജിത്ത്. അവൻ്റെ അറിവിലൊരു ഗൈനക്കോളജിസ്റ്റ് ഉണ്ട്. അവൻ്റെ ഭാര്യയ്ക്ക് വയറ്റിൽ ഫോളിക്കിൾസ് ഒക്കെ ഉണ്ടായിട്ട് സർജറിക്കും മറ്റും വേണ്ടി അവർ സ്ഥിരമായി കാണിക്കുന്ന ഡോക്ടറാണ്. അന്നെന്തോ പറഞ്ഞ കൂട്ടത്തിൽ അവരിങ്ങനെ അബോർഷൻ ചെയ്തു കൊടുക്കുന്ന കാര്യവും അവൻ പറഞ്ഞതായിട്ട് തോന്നുന്നു. ഞാൻ എന്തായാലും ഒന്ന് വിളിച്ചു നോക്കാം. എന്തെങ്കിലും ഒരു വഴി നമുക്കുണ്ടാക്കാമെന്ന് പറഞ്ഞ് സുബിൻ രേഷ്മയുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു. നീ കരയല്ലേ, ഞാൻ എന്തായാലും കുളിച്ചു വരാം. എന്നിട്ട് നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം. ഇനി നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്നാൽ അമ്മ കണ്ടാൽ എന്ത് വിചാരിക്കും? അമ്മയ്ക്ക് സംശയത്തിന് ഇട കൊടുക്കേണ്ട. നമുക്കിതാരും അറിയാതെ കളയാം. സുബിൻ ഉറപ്പിച്ച മട്ടിൽ പറഞ്ഞു. അവൻ അത് പറഞ്ഞ് കുളിക്കാനായി ബാത്റൂമിലേക്ക് കയറി. അവൻ കുളി കഴിഞ്ഞ് വന്നപ്പോഴും രേഷ്മ അതേ ഇരിപ്പിരിക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ നിന്നോട്, വിഷമിക്കണ്ട. അവൾ അപ്പോൾ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ സുബിൻ്റെ മുഖത്തേക്ക് നോക്കി. അവൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് ഒന്നുകൂടെ അവളുടെ തോളിൽ തട്ടി പറഞ്ഞു, ഞാനില്ലേ, പിന്നെന്തിനാ നീ പേടിക്കുന്നത്? അപ്പോഴേക്കും ഭക്ഷണം കഴിക്കാനായി ഹാളിൽ നിന്ന് അമ്മയുടെ വിളി വന്നിരുന്നു. നിങ്ങൾക്ക് 2 പേർക്കും ഭക്ഷണമൊന്നും വേണ്ടേ? മോൾ ഉറങ്ങിയില്ലേ? വന്നു കഴിച്ചുകൂടെ? എനിക്ക് വയ്യ, മരുന്ന് കഴിച്ച് കിടക്കാനൊക്കെ ഉള്ളതാ. നിങ്ങൾ വന്നിട്ട് എടുത്ത് കഴിച്ചോ. ഞാൻ എന്തായാലും കിടക്കാൻ പോകുന്നു എന്ന് ഉറക്കെയുള്ള അമ്മയുടെ ശബ്ദം കേട്ടപ്പോൾ സുബിൻ അവളോട് പറഞ്ഞു, നമ്മൾ 2 പേരും ഭക്ഷണം കഴിക്കാൻ പോകാതിരുന്നാൽ അമ്മയ്ക്കിനി അത് മതിയാകും. നീ വാ എന്ന് പറഞ്ഞ് ഹാളിൽ ചെന്നിരുന്ന് 2 പ്ലേറ്റ് എടുത്തു വെച്ച് അവർ മേശയ്ക്ക് ചുറ്റും അങ്ങനെ ഇരുന്നു എന്നല്ലാതെ രേഷ്മയ്ക്ക് ഭക്ഷണം ഇറങ്ങുന്നുണ്ടായിരുന്നില്ല. സുബിനും അത് തന്നെയായിരുന്നു അവസ്ഥ. കഴിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്തായാലും ഇന്നിപ്പോൾ രാത്രിയായി, ഞാൻ നാളെ അവനെ വിളിച്ചു നോക്കാമെന്ന് സുബിൻ അവളോട് പറഞ്ഞു. ശേഷം അവർ 2 പേരും ഭക്ഷണം കഴിച്ചു എന്ന് വരുത്തി തീർത്ത് അവിടെ നിന്ന് എഴുന്നേറ്റു. ശേഷം അമ്മ കാണാതിരിക്കാനായി ബാക്കി ഭക്ഷണം കൊണ്ട് കളയുകയാണ് ചെയ്തത്. രാത്രി കിടക്കുമ്പോഴും 2 പേർക്കും ഉറക്കം വന്നതേയില്ല. നീ വെറുതെ ടെൻഷൻ ആവണ്ട എന്ന് സുബിൻ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും രേഷ്മയ്ക്കുള്ളിൽ എന്തൊക്കെയോ ഭയമായിരുന്നു. പ്രധാനമായും ആളുകൾ എന്തു പറയുമെന്നുള്ളത് തന്നെയായിരുന്നു അവളുടെ ആശങ്ക. അന്ന് രാത്രി കുഞ്ഞുണർന്ന് കരഞ്ഞപ്പോൾ കുഞ്ഞിന് പാല് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ രേഷ്മ സുബിനോട് പറഞ്ഞു, ഇത് കളയാൻ കഴിഞ്ഞില്ലെങ്കിൽ മോളുടെ പാലുകൂടിയൊക്കെ നിൽക്കും. പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ മൂത്ത കുട്ടിക്ക് പാല് കൊടുക്കാൻ കഴിയില്ല. അങ്ങനെയൊക്കെ സംഭവിച്ചാൽ മോളുടെ ആരോഗ്യത്തിനെയും അത് ബാധിക്കും. എല്ലാവരും നമ്മളെ കുറ്റം പറയൂ. അതുകൊണ്ട് ഏട്ടൻ എങ്ങനെയെങ്കിലും ഇതൊന്ന് കളയാനുള്ള ഏർപ്പാടുണ്ടാക്കണം. അപ്പോൾ സുബിൻ അവളോട് പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വഴിയുണ്ടാക്കാം. നീ എന്തായാലും ഒന്ന് നാളെ വരെ ക്ഷമിക്ക്. അങ്ങനെ ടെൻഷൻ അടിച്ചും പരസ്പരം ഓരോന്ന് പറഞ്ഞും സമാധാനിപ്പിച്ചും പിറ്റേന്ന് രാവിലെയായി. രാവിലെ തന്നെ സുബിൻ രഞ്ജിത്തിനെ വിളിച്ചു നോക്കിയപ്പോൾ രഞ്ജിത്ത് പറഞ്ഞു, അങ്ങനെ കേട്ടിരുന്നു, ഡോക്ടർ ചെയ്തു കൊടുക്കുമെന്ന്. എന്നോട് വേറെ ഒരാൾ പറഞ്ഞതായിരുന്നു. നിനക്കറിയാലോ, എൻ്റെ കാര്യവും ഇങ്ങനെ തന്നെയായിരുന്നു. മോന് കഷ്ടിച്ച് വെറും 6 മാസമുള്ളപ്പോഴാ ഭാര്യ വീണ്ടും ഗർഭിണിയായത്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഞാനും കുറേ ടെൻഷൻ അടിച്ചതാ.
അതുകൊണ്ട് നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവും. നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയും എനിക്ക് മനസ്സിലാകും. ഞാനും അന്ന് അബോഷന് വേണ്ടി ഇങ്ങനെ അന്വേഷിച്ചിരുന്നു. അപ്പോൾ അറിയാൻ കഴിഞ്ഞതാണ് ഈ ഡോക്ടറുടെ കാര്യം. പക്ഷേ എൻ്റെ ഭാര്യയ്ക്ക് പിന്നെ അബോഷനൊന്നും ചെയ്യേണ്ടി വന്നില്ല. അത് തനിയെ തന്നെ എങ്ങനെയോ അലസിപ്പോയി. പിന്നെ അതൊക്കെ കഴിഞ്ഞ ശേഷമാണ് അവൾക്ക് വയറ്റിൽ ഫോളിക്കിൾസും ട്യൂമറും ഒക്കെ വന്ന് വേറെ സർജറിയൊക്കെ ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇനിയൊരു കുഞ്ഞുണ്ടാവാൻ ബുദ്ധിമുട്ടാണ് എന്നാണ് ഡോക്ടർ പറയുന്നത്. രഞ്ജിത്ത് കുറച്ച് വിഷമത്തോടെയാണ് അത് പറഞ്ഞത്. കാര്യമൊക്കെ ശരിയായിരിക്കും. നിങ്ങൾക്കിപ്പോൾ അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമായിരിക്കില്ല. ഞങ്ങൾക്കും അങ്ങനെ തന്നെ ആയിരുന്നു. എന്നാലും നിങ്ങൾ കളയുന്നതിന് മുമ്പ് രണ്ടിലൊന്ന് ആലോചിച്ച ശേഷം ചെയ്തോട്ടോ. പിന്നെ ഒരു സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം ഉണ്ടായില്ലെങ്കിലും നമ്മൾ വിഷമിക്കേണ്ടി വരുമെന്ന് രഞ്ജിത്ത് സുബിനോട് പറഞ്ഞു. ഞാൻ എന്തായാലും ചോദിച്ച് കൺഫേം ചെയ്തിട്ട് നിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് രഞ്ജിത്ത് ഫോൺ കട്ടാക്കിയപ്പോൾ സുബിന് പെട്ടെന്ന് ആകെ എന്തോ പോലെ തോന്നി. കളയണോ വേണ്ടേ എന്ന രണ്ട് മനസ്സായിരുന്നു അവന്. എത്രയായാലും ഒരു ജീവനല്ലേ. അതിപ്പോൾ എൻ്റെ ഭാര്യയുടെ വയറ്റിൽ കിടന്ന് തുടിക്കുന്നുണ്ടാവും. ഒന്നും അറിയാതെ സുരക്ഷിതമായിരിക്കുന്ന പാവം കുഞ്ഞിനെ കൊണ്ട് കളയുക എന്ന് പറഞ്ഞാൽ. കുറച്ചു നേരം അവൻ എന്തോ ആലോചിച്ചു. പിന്നെ ഐപ്പിൽ ഗുളിക കഴിച്ചു പോയതുകൊണ്ട് കുഞ്ഞിന് എന്തെങ്കിലും അംഗവൈകല്യമോ മറ്റോ ഉണ്ടെങ്കിലോ. ജീവിതകാലം മൊത്തം നമ്മൾ അത് കണ്ട് ദുഃഖിക്കേണ്ടി വരും. പോരാത്തതിന് മോളുടെ ഇപ്പോഴത്തെ അവസ്ഥയും. അവൾക്ക് മുലപ്പാൽ നിഷേധിക്കാൻ കഴിയില്ല. അവൾക്ക് എന്തായാലും ഒരു 3-4 വയസ്സാകുന്നവരെ ഞങ്ങൾക്ക് വേറെ ഒരാളെ സ്വീകരിക്കാൻ കഴിയില്ല. പിന്നെ എന്തായാലും സന്തോഷത്തോടെയല്ല കിറ്റിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. ഉണ്ടാകരുതേ എന്ന് പ്രാർത്ഥിച്ചു നോക്കിയ കാര്യമാണ്. ഉണ്ടെന്നറിഞ്ഞപ്പോൾ അപ്പോൾ തന്നെ കളയാൻ ഉറപ്പിച്ച കാര്യം. അതുകൊണ്ട് ഇനി അതെന്തായാലും വേണ്ട, കളഞ്ഞേക്കാമെന്ന് തന്നെ ഉറപ്പിച്ച് അവൻ രേഷ്മയെ ഫോൺ വിളിച്ചു. ഞാൻ കൺഫേം ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞ് വിളിക്കാമെന്ന് അവളോട് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞ് കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞുറപ്പിച്ച് കൺഫേം ചെയ്ത ശേഷം രഞ്ജിത്ത് സുബിനെ തിരിച്ചു വിളിച്ചു. അങ്ങനെ ഓഫീസിൽ നിന്നൊരു 12 മണിയൊക്കെ ആയപ്പോൾ രേഷ്മയ്ക്ക് സുബിൻ്റെ കോൾ വന്നു. ഞാൻ കാര്യങ്ങളെല്ലാം അവനോട് സംസാരിച്ചിട്ടുണ്ട്. നമുക്കെന്തായാലും ഡോക്ടറുടെ വീട്ടിൽ പോയൊന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാം. നീ പേടിക്കണ്ട, കാര്യങ്ങളൊക്കെ ഓക്കെയാണ്. ഐപ്പിൽ കഴിച്ചത് പറഞ്ഞാൽ മതി. അതുകൊണ്ട് കുഞ്ഞിനെന്തെങ്കിലും അംഗവൈകല്യമോ കാര്യമോ വരുമെന്നുള്ള പേടി കൊണ്ടാണെന്ന് പറഞ്ഞാൽ ചെയ്തു കിട്ടും. ഉറപ്പാണോ ഏട്ടാ? രേഷ്മ ചോദിച്ചു. അതെ, ഉറപ്പാണ്. എല്ലാം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ വൈകിട്ട് വരാം. നമുക്കൊന്ന് ഡോക്ടറെ പോയി കാണാം. നീ റെഡി ആയിരുന്നോ? നമുക്ക് പോകാമെന്ന് പറഞ്ഞ് സുബിൻ ഫോൺ വെച്ചപ്പോൾ രേഷ്മയ്ക്ക് പകുതി ആശ്വാസം തോന്നി. എങ്കിൽ പോലും അവളുടെ മനസ്സിലെന്തോ ഒരു വിഷമമുണ്ടായിരുന്നു. എത്രയായാലും സ്വന്തം വയറ്റിൽ ഉടലെടുത്ത ജീവനല്ലേ. അതിനെ കൊണ്ടുപോയി കളയുക എന്ന് പറയുമ്പോൾ അവൾ ഒന്ന് കണ്ണാടിക്ക് മുൻപിൽ പോയി നിന്ന് അവളുടെ വയറ്റിൽ വെറുതെ കൈവച്ചു നോക്കി. പക്ഷേ എന്ത് ചെയ്യാനാ, വേറെ വഴിയില്ല. അന്ന് വൈകുന്നേരം സുബിൻ വന്നപ്പോൾ അവർ ഡോക്ടറെ വീട്ടിൽ പോയി കണ്ടു. ഐപ്പിൽ കഴിച്ചു പോയതെല്ലാം പറഞ്ഞു. ഒക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഡോക്ടർ അവരെ രണ്ടുപേരെയും നോക്കി പറഞ്ഞു, നിങ്ങളെപ്പോലുള്ളവർക്ക് ഒരു കുഞ്ഞിൻ്റെ വില അറിയില്ല. ഇവിടെ എന്നെ കാണാൻ വരുന്നവരിലധികവും കുഞ്ഞുങ്ങളില്ലാത്തവരാണ്. ഡോക്ടർ കുറച്ച് ഗൗരവത്തിൽ പറഞ്ഞു. പക്ഷേ ഡോക്ടർ, ആ ഗുളിക കഴിച്ചു പോയില്ലേ? രേഷ്മ ചോദിച്ചു. ഗുളിക കഴിച്ചു എന്നത് ശരിയായിരിക്കാം. പക്ഷെ സ്കാനിങ്ങിൽ ഇപ്പോൾ കുട്ടിക്ക് കുഴപ്പമൊന്നും കാണുന്നില്ല. സോ ചാൻസ് ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. റിസ്ക് തന്നെയാണ്. എന്നാലും ഒരു ജീവനാണ്. നമുക്ക് വേണമെങ്കിൽ കുറച്ച് മുന്നോട്ട് പോയി നോക്കാം. നിങ്ങൾക്ക് തീരുമാനിക്കാം. റിസ്ക് ആണെങ്കിലും ചിലപ്പോൾ പ്രോബ്ലം ഒന്നും കാണില്ല. എങ്കിൽ പിന്നെ ഇത് വേണ്ട ഡോക്ടർ. സുബിൻ്റെയും ഡോക്ടറുടെയും മുഖത്തേക്ക് രേഷ്മ മാറി മാറി നോക്കി. എങ്കിൽ DNC ചെയ്യാം. അതാണേൽ 1 മണിക്കൂർ കാര്യമുള്ളൂ. ഒരു 40,000 രൂപ വരും. അല്ല, ഗുളിക മതിയെങ്കിൽ അതിൻ്റെ പകുതിയേ വരുള്ളൂ. പക്ഷേ ഗുളിക ആകുമ്പോൾ നല്ല പെയിനുണ്ടാകും, ഡോക്ടർ പറഞ്ഞു. സുബിനെ ഒന്നുകൂടെ ഒന്ന് നോക്കിയിട്ടപ്പോൾ രേഷ്മ പറഞ്ഞു, ഗുളിക മതി ഡോക്ടർ. അവൾ അത് പറഞ്ഞത് ക്യാഷ് കൊടുക്കാനുള്ള മടി കൊണ്ടല്ല. ആ വേദന അവൾ അനുഭവിക്കേണ്ടത് തന്നെയാണെന്ന് അവൾക്ക് തോന്നി. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ ശേഷം ഡോക്ടർ ഹോസ്പിറ്റലിലേക്ക് വരാനായി പറഞ്ഞ് അവർക്കൊരു ഡേറ്റ് കൊടുത്തു. ഡോക്ടർ പറഞ്ഞത് പ്രകാരം അവർ അന്ന് രാവിലെ ഹോസ്പിറ്റലിൽ പോയി. മറ്റാരും അറിയാതെ ചെയ്യുന്നത് കൊണ്ട് തന്നെ അവരുടെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അടിവസ്ത്രം മാറ്റി ഹോസ്പിറ്റലിൽ നിന്ന് തന്ന പച്ച മുണ്ടുടുത്തുകൊണ്ട് ഉള്ളിൽ മരുന്ന് വെക്കാനായി രേഷ്മ അങ്ങനെ ടേബിളിൽ കിടക്കുകയായിരുന്നു. സുബിൻ പുറത്തു കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അങ്ങനെ നടക്കുകയായിരുന്നു. ശേഷം ഡോക്ടറും സിസ്റ്ററും കൂടെ വന്ന് അബോഷനുള്ള ഗുളിക ഉള്ളിൽ വെച്ചു. മരുന്ന് വെച്ച് കഴിഞ്ഞ് ലേബർ റൂമിൽ കാത്തിരിക്കുമ്പോൾ രേഷ്മക്ക് കുറ്റബോധം തോന്നിയില്ല. ആ ബെഡിൽ ബ്ലീഡിംഗ് കാത്തു കിടക്കുമ്പോൾ അവൾക്ക് അവളോട് തന്നെ വെറുപ്പ് തോന്നി.
അപ്പോൾ അവൾ കിടക്കുന്നതിൻ്റെ തൊട്ടടുത്ത ബെഡിൽ ഒരു പെൺകുട്ടി രേഷ്മയെ തന്നെ നോക്കി കിടക്കുന്നുണ്ടായിരുന്നു. അബോഷനാണോ? ആ കുട്ടി രേഷ്മയോട് ചോദിച്ചു. അതെ, അവൾ മറുപടി പറഞ്ഞു. അപ്പോൾ ആ പെൺകുട്ടി രേഷ്മയോട് മെല്ലെ സംസാരിക്കാനായി തുടങ്ങി. ഞാനും പ്രഗ്നൻ്റ് ആണ്, ബട്ട് രാവിലെ മുതൽ ഒരു ചെറിയ ബ്ലീഡിങ്. സോ ഡോക്ടർ അകത്ത് വെക്കാൻ ഗുളിക തന്നു, പോകാതിരിക്കാൻ. ഇപ്പോൾ ഒബ്സർവേഷനിലാണ്. അത് കേട്ടപ്പോൾ രേഷ്മ ആകെ വല്ലാണ്ടായിപ്പോയി. ഭഗവാനെ, ഞാൻ പോകാനുള്ള ബ്ലീഡിങ് കാത്തു കിടക്കുന്നു. ഈ കുട്ടി തൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടാതിരിക്കാനും. അവൾ തലയിൽ കൈവച്ച് മുകളിലേക്ക് നോക്കി അങ്ങനെ കിടന്നു. അപ്പോഴാണ് രേഷ്മയ്ക്ക് അപ്പുറത്തു നിന്നും ഒരു വിളി വന്നത്. രേഷ്മ. യെസ്. തന്നെ ഡോക്ടർ വിളിക്കുന്നു, ഒരു സിസ്റ്റർ അവിടേക്ക് വന്ന് പറഞ്ഞു. അവൾ ഡോക്ടറുടെ അടുത്തേക്ക് ചെന്നു. ബ്ലീഡിംഗ് ആയെങ്കിൽ പോയിക്കോളൂ കേട്ടോ, പ്രത്യേകിച്ച് എന്തെങ്കിലും വയ്യായിക തോന്നുവാണേൽ വന്നോളൂ, ഡോക്ടർ പറഞ്ഞു. കുറച്ചു കഴിഞ്ഞ് ബ്ലീഡിംഗ് വന്നു തുടങ്ങിയ ശേഷം സുബിനും രേഷ്മയും കുഞ്ഞും വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിൽ വന്ന ശേഷം സുബിൻ അവളോട് പറഞ്ഞു, മോളെ ഞാൻ നോക്കിക്കോളാം, നീ ബാത്റൂമിൽ പോയി നോക്ക്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാനിവിടെ വാതിലിൻ്റെ പുറത്ത് തന്നെയുണ്ട്. രേഷ്മ ബാത്റൂമിൽ പോയി നോക്കിയപ്പോൾ ഉള്ളിൽ വെച്ച പാഡിൽ ബ്ലീഡിങ്ങിനോടൊപ്പം ചെറിയ ആ കുഞ്ഞു ജീവൻ്റെ ചെറിയ അംശങ്ങളും കാണുന്നുണ്ടായിരുന്നു. അതിൽ വെളുത്തൊരു കുഞ്ഞു മാംസകഷ്ണം അവളുടെ കയ്യിൽ തട്ടി മറിഞ്ഞപ്പോൾ സങ്കടം കൊണ്ട് അവളുടെ ചങ്കൊന്നു പിടഞ്ഞു. കണ്ണുനീർ മറച്ചുകൊണ്ട് അവൾ മൂത്ത കുഞ്ഞിൻ്റെ ചിരിയിൽ ഒളിച്ചു. അങ്ങനെ ദിവസങ്ങൾ വളരെ വേഗത്തിലോടി. അവരുടെ മോൾക്ക് 5 വയസ്സായപ്പോൾ രേഷ്മ വീണ്ടും പ്രഗ്നൻ്റായി. പ്രതീക്ഷിക്കാതെയുള്ള ആ കുഞ്ഞിനെ അവർ ഹൃദയത്തിലേറ്റി. വലിയ കൊതികളൊന്നും അവൾക്കില്ലായിരുന്നുവെങ്കിലും പലഹാരങ്ങൾ കൊണ്ട് സുബിൻ വീട് നിറച്ചു കൊടുത്തു. പക്ഷേ 5-ാം മാസം ചെറിയൊരു ബ്ലീഡിംഗ് കണ്ട് രേഷ്മ വീണ്ടും ഹോസ്പിറ്റലിൽ പോയി. അപ്പോഴൊക്കെയും ഇനിയും ബ്ലീഡിംഗ് ഉണ്ടാകല്ലേ, എൻ്റെ കുഞ്ഞു പോകല്ലേ എന്ന് കരഞ്ഞു പറഞ്ഞുകൊണ്ട് അവൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഡോക്ടർ സ്കാനിംഗ് റിപ്പോർട്ടിൽ നിന്ന് കണ്ണുകളെടുത്തു. അവരെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് മിസ്ഡ് അബോഷനാണ്. ഇപ്പോൾ ഒന്നും ചെയ്യണ്ട, ഇത് തനിയെ പോകും. ഈ കുട്ടിയെ കിട്ടില്ല. DNC ഒന്നും ചെയ്യണ്ട, അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഭാവിയിൽ ദോഷം ചെയ്യും. അത്രയും ആശിച്ചുകൊണ്ട് വളരെ കരുതലോടെ നിന്ന ആ സമയത്ത് അത് കേട്ടപ്പോൾ ഭൂമി പിളർന്ന് താഴെ പോയെങ്കിലെന്ന് രേഷ്മ കൊതിച്ചു. ഒരനിയനോ അനിയത്തിയോ വരുന്നതിനായി കാത്തിരിക്കുന്ന അവരുടെ മോളെ രേഷ്മ നിറ കണ്ണുകളോടെ നോക്കി. അമ്മേ, നമ്മുടെ വാവ എന്നാ വരിക? മോൾക്ക് ഏത് വാവയാ ഇഷ്ടം? എനിക്ക് അനിയൻകുട്ടൻ മതി അച്ഛാ, ലച്ചൂട്ടി അച്ഛനോട് പറഞ്ഞപ്പോൾ സുബിൻ പറഞ്ഞു, അമ്മയുടെ വയറ്റിലാണ് വാവയുള്ളത്. വാവയ്ക്ക് സുഖമില്ലെന്നാ ഡോക്ടർ നോക്കിയപ്പോൾ പറഞ്ഞത്. അതുകൊണ്ട് നമുക്കിപ്പോൾ വാവയെ വീട്ടിൽ കൊണ്ടുപോവാൻ പറ്റില്ല. നമുക്ക് ആ വാവയെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ തന്നെ കൊടുക്കാം, എന്നിട്ട് പിന്നെ വന്ന് വാങ്ങിക്കാം ട്ടോ. സുബിൻ കണ്ണു നിറഞ്ഞുകൊണ്ട് മോളോടത് പറയുമ്പോൾ രേഷ്മയുടെ കണ്ണുനീർ അവളുടെ കാഴ്ച മറച്ചിട്ട് അവൾക്കൊന്നും കാണാൻ കഴിയുന്നില്ലായിരുന്നു. മുഴുവൻ പേർ പിന്നെയും സഹിക്കാം, അരപ്പേർ സഹിക്കില്ല. മുത്തശ്ശിയുടെ വാക്കുകളാണപ്പോൾ അവളുടെ ചെവിയിൽ മുഴങ്ങിയത്. അതുപോലെ തന്നെ താങ്ങാനാകാത്ത വേദനയോടെ ആ ജീവൻ അവരിൽ നിന്നും അടർന്നു വീണു. കരഞ്ഞു തളർന്ന രേഷ്മയെ താങ്ങി എണീപ്പിക്കുമ്പോൾ കൂട്ടത്തിൽ സുബിനും കരയുന്നുണ്ടായിരുന്നു. വർഷങ്ങൾ പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ഇപ്പോഴും ഒരു കുഞ്ഞിനു വേണ്ടി അവർ ആറ്റുനോറ്റിയിരിക്കുന്നു. ഓരോ മാസവും മാസമുറ ഒരു ദിവസം തെറ്റുമ്പോൾ ഒരുപാട് സന്തോഷിക്കും. 2 ദിവസം കഴിയുമ്പോൾ നിരാശയിൽ തന്നെ അവസാനിക്കും. അപ്പോഴൊക്കെ സുബിൻ ചോദിക്കും, ഈ മാസം നീ ആയോ? ഇല്ല ഏട്ടാ. എന്നാൽ കാർഡ് വാങ്ങി നോക്കാമല്ലേ? നാളെ കൂടെ നോക്കിയിട്ട് വാങ്ങാം, രേഷ്മ പറയും. പിന്നീടുള്ള മാസങ്ങളിൽ ഇതായി സ്ഥിരം പല്ലവി. ഇനി ദൈവം ആഗ്രഹിക്കുമ്പോൾ തരട്ടെ, അല്ലേ ഏട്ടാ? അല്ലേലും നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ദൈവം തരില്ല. ഒരിക്കൽ രേഷ്മ സുബിനോട് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, സാരമില്ലടാ, ഒരു മോളുണ്ടല്ലോ നമുക്ക്. അതുമില്ലാത്തവർ എത്രയോ പേരുണ്ട്. അങ്ങനെ അവൻ അവളെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും ഒരു കുഞ്ഞിനായി അവർ 2 പേരുടെ ഹൃദയവും അപ്പോൾ കൊതിക്കുന്നുണ്ടായിരുന്നു. കുഞ്ഞുങ്ങൾ ദൈവം തരുന്ന വരദാനമാണ്. ഒരുപക്ഷെ ചിലപ്പോൾ യോജിക്കാത്ത സമയത്താകുമ്പോൾ ആ കുഞ്ഞിൻ്റെ തെറ്റുകൊണ്ടല്ലാതെ കൂടെ അതിന് ഈ ലോകത്ത് നിന്ന് പോകേണ്ടി വരുന്നു. അങ്ങനെ കളയുന്ന 1000 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പിന്നീട് കൊതിക്കുന്ന എത്രയോ ദമ്പതികൾ ഈ ലോകത്തുണ്ടാവാം. അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ കയ്യബദ്ധം കൊണ്ടുവരുന്ന ഒരു തെറ്റിന് ഈ ലോകമെന്തെന്നോ മനുഷ്യരെന്തെന്നോ പോലും അറിയാത്ത പാവം കുഞ്ഞുങ്ങൾ എന്തു പിയച്ചു. അതുകൊണ്ട് തന്നെ അച്ഛനമ്മമാരുടെ തെറ്റുകൾ കൊണ്ട് ഒരു കുഞ്ഞും ഈ ലോകത്ത് നിന്ന് പോകാനിടവരാതിരിക്കട്ടെ.